എന്തൊക്കെയാണ് സുഖല്ല എല്ലാവർക്കും. രണസുണ്ണിയുടെ വേറൊരു വീഡിയോയും കൂടി കിട്ടിയിട്ടുണ്ട്. കിടന്നുറങ്ങാൻ നേരത്താണ് ആ വീഡിയോ കണ്ടത്. ഇന്ന് അതും കൂടി ചെയ്തിട്ടുണ്ട് ഉറങ്ങാൻ വിചാരിച്ച്. വേറെ ഒന്നുമല്ല, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കണ്ടു നോക്കാം, നമുക്ക് കാണാം. നിക്കർ ഇടാറുണ്ടല്ലോ. അല്ല, നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? നിക്കർ വിധവ അതിനെന്താ? അതൊന്നും പ്രശ്നമല്ല അല്ലേ? എനിക്ക് എന്ത് പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം. നമുക്ക് തിന്നാൻ കായ് ഉണ്ടാവണം. അതിന് കായ് കിട്ടാൻ നിങ്ങൾ തെറി വിളിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാ. നിക്കർ വിധവ, പിന്നെ വേറെ ഷഫീന ബീവി എന്താ പറഞ്ഞ പ്ലക്കർ, അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞ് അങ്ങനെ ഒരു ലോഡ് പേര് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. ഡാഗിനി അമ്മൂമ്മ എന്ന് വേറെ ഒന്ന് കിടക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് വേണ്ടത് എന്താണ്? റീച്ചാണ്. മുന്നോട്ട് നയിക്കാൻ എനിക്ക് റീച്ചേ വേണ്ടു, വേറൊന്നും വേണ്ട. ബാക്കി പറഞ്ഞാട്ടെ. വേണു, പിന്നെ സബ്സ്ക്രിപ്ഷൻ എത്രയായി? എന്താണ് അവസ്ഥ? പേയ്മെന്റ് അക്കൗണ്ടിലോ? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജ് ഇല്ലേ, അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴേ? പേടി കുടുങ്ങി. അതിലെ ജന്തിനാടാ പാവത്തിന്റെ ഐഡിയ ഒക്കെ തൂക്കിയിട്ട് പണി കൊടുത്ത്. എന്ത് പണിയാ കൊടുത്ത്. അച്ചോ, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ടോ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടോ ഒന്നും മിണ്ടാത്തപ്പോ എന്താ മനസ്സിലായില്ലേ? അതും പോകുന്നുള്ള പേടി കാരണമെന്നുള്ളതാണ്. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ബോധം വേണം, മൂള വേണം. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഇപ്പൊ പോയി എന്ന് പറയുന്ന പേജ് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ ആളും ഉണ്ട്. പക്ഷെ രണസുനയുടെ കാട്ടപരാധം സഹിക്കണ്ടല്ലോ, അതുകൊണ്ട് ആരും അങ്ങ് കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഇതൊക്കെ നോക്കുന്നത് കരീഷ്മമ്മയുടെ ആണല്ലോ. അവർക്ക് ഇതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യത ചിലപ്പോ ഉണ്ടാവും, അറിയില്ല. എന്തായാലും പോയത് പോയി, അടുത്തത് പോയാൽ ഞാൻ മൂഞ്ചെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അതായത് വല്ലാണ്ട് ഡയലോഗ് അടിക്കുമ്പോ പണി കിട്ടും എന്നുള്ളത്. ഇവിടെ അതിൽ വ്ളോഗിനെ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ധൈര്യമുണ്ടെങ്കിൽ പൂട്ടിച്ച് കാണിക്കടാന്ന്. നിമിഷങ്ങൾ കൊണ്ട് പൂട്ടിയില്ലേ? ഇൻസ്റ്റഗ്രാം കൂട്ടുന്നുള്ള പേടിയിലാണ് ചാച്ചി. അടിപൊളിയായി. ഇനി ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. വല്ല ഡയലോഗ് നടിക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ? നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒരു ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ? ജസ്റ്റ് മീറ്റപ്പ്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവില്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഒരു ചായ കുടിക്കാൻ രണസുനയുടെ കൂടെ പോണം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാ? ചോറ് തിന്നാൻ താല്പര്യം ഉണ്ടാ? അവര് ചോറും ഇതൊക്കെ കഴിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല? എന്റെ പൊന്നോ, അതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് കായ് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് തിന്നാൻ പോകാൻ തോന്നുന്നുണ്ടോ? അച്ചോ, എന്തിനാ വെറുതെ? അയ്യോ, ഇതിനൊക്കെയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇതിനാണ് എൻക്വയറി നമ്പറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറിക്കാണല്ലോ ദേവഡി കോഡ് കേസ് കൊടുത്തപ്പോ കോൾ ചെയ്തത്. അതായത് കള്ളുമായി ബന്ധപ്പെട്ടുള്ള സാധനം. അത് കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ കഞ്ഞിവെള്ളം കാണിച്ചപ്പോഴും ഞങ്ങൾക്കെതിരെ കേസ് ഒന്നൊക്കെ പറഞ്ഞല്ലോ രണസുന. പക്ഷെ അത് നൈസായിട്ടുണ്ട്, ഒഴിവായി പോയി. ഇനിയും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പൂട്ടും, അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. പക്ഷെ രണസുനയുടെ കൂടെ ചായ കുടിക്കാനൊക്കെ കരീഷ്മേനെ വിളിക്കാനൊക്കെ പറയുന്നത്, അയ്യേ. നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. ഇനിയിപ്പോ എന്തും പറയാലോ. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണല്ലോ മെസ്സേജ് ഒക്കെ വന്നത് അല്ലെ. അപ്പൊ എന്നെ ഡിലീറ്റ് ആയി പോയ ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആണല്ലോ. സംഭവം ഡിസബിൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല, വേണമെങ്കിൽ നമുക്ക് കുത്തിപ്പൊക്കെ. പക്ഷെ ഒരു വെരിഫിക്കേഷൻ OTP കാര്യങ്ങളൊക്കെ രണസുനയുടെ ഫോണിലേക്ക് പോവും. അതുകൂടാതെ തന്നെ ജിമെയിലിലേക്ക് മെയിലും പോവും. അതൊക്കെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എടുത്ത് കൊടുക്കണ്ട, വെറുതെ എന്തിനാ ഈ വെറുപ്പിക്കല് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താ, അത് എന്റേതാണോ സംശയമുണ്ട്, അത് ഇനി AI ആണോ എന്നും കൂടി. പക്ഷെ അതിന് ചെറിയൊരു ലൂപ്പ് പോയിന്റ്, ഒരു പണ്ടത്തരം രണസുന തന്നെ പറഞ്ഞു. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണോ, ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടുമില്ല പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇത് എനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. ഫോർ എന്തിന് പ്രൊമോഷൻ? അങ്ങനെ ഒരു വാക്കയിലില്ല. പിന്നെ ഞാൻ കാണാത്ത, ഞാൻ വായിക്കാത്ത ഒരു കാര്യത്തിന്റെ ഉള്ളടക്കം എങ്ങനെ പറഞ്ഞത്? അപ്പൊ സിമ്പിൾ ആയിട്ട് ഊരാനൊന്നും കഴിയില്ല. അത് കൃത്യമായിട്ട് നാക്കിൽ നിന്ന് തന്നെ താഴെ വീണിട്ടുണ്ട്. അത് AIയും കൂയയും എന്നല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ?
ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കള്ള ലക്ഷണം, ആ നുണ. ആ ഒരു ചാറ്റ് ഞാൻ കണ്ടതാ. പക്ഷെ ഇത്ര ദിവസം ഞാനൊരു വീഡിയോയിൽ അത് ഇട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഞാനതങ്ങനെ ഒഴിവാക്കി വിട്ടത്. പക്ഷെ ഈ കല്ല് വെച്ച നുണ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് പറയുമ്പോൾ ആ മുഖത്ത് എഴുതി വെച്ച കാര്യങ്ങൾ തുറന്നു കാണിക്കുക എന്നുള്ളത് അത് എന്തായാലും നമ്മൾ ചെയ്യും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ടത് ചായ കുടിക്കാനും ഷൂട്ടിനൊക്കെയാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. പക്ഷെ ആ ചാറ്റ് കണ്ടാൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല തോന്നുന്നേ. സമയല്ലേ മെച്ചർ ചില സമയം എന്റെ തനിക്കോണം നിങ്ങൾ കേൾക്കുന്നതല്ലേ. ഷെഫീന ബീബിനെ തെറി വിളിക്കുമ്പോ ഉള്ള ഒരു മൂഡ്. മീഡിയ എങ്ങനെ ഡീൽ ചെയ്യണം? ഇപ്പൊ പറഞ്ഞാരാ എനിക്കറിയില്ല കേട്ടോ. ആ പറ. ഷെഫീന ബീവിനെ അറിയില്ല തറേ. ഇപ്പൊ പറഞ്ഞത് ആരാ? എന്തൊക്കെ തെറിയ വിളിച്ചെന്ന്, എന്ത് തെറിയ വിളിച്ചല്ലേ. രണസുനെ എത്രമാത്രം തെറി വിളിക്കും ആ വീഡിയോ കണ്ട മനസ്സിലായില്ലേ. കള്ള് കുടിക്കും. പിന്നെ വെലീനെ കുറിച്ചിട്ട് വിപിൻ ലാല് പറഞ്ഞു. പിന്നെ തെറി നമ്മൾ നേരിട്ട് കേൾക്കുകയും ചെയ്തു. പിന്നെ അഭിനയിക്കാൻ ഒരു കഴിവുമില്ല, പാടാനുള്ള ഒരു കഴിവുമില്ല, കോപ്രായത്തരങ്ങളും തൊലിക്കട്ടിയുള്ളത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കപ്പെട്ട സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ തന്നെ വെറുതെ എഴുതി വെച്ചതാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നുള്ളത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ അത് ഷെഫീന ബീവിനെ അറിയില്ലല്ലേ. അപ്പൊ ഇതൊക്കെ എന്താ ചാച്ചി? എടി ഷഫീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ വാചകം അടിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം കേട്ടോടി, കള്ളിത്താട്ടെ. ഷെഫീന ബീവിനെ എനിക്കൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അവര് പറഞ്ഞ ഒരു അലിഗേഷനെതിരെയുള്ള മറുപടിയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. പിന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാം DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം രക്തത്തിൽ പറഞ്ഞ വേറൊരാളുടെ രക്തം മതി എന്നുള്ളത്, അവിടുത്തെ DNA എടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ അതൊന്നും രണസുനക്ക് അറിയില്ല. കല്ലറ ഒന്നും കുത്തിപ്പൊക്കേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഷെഫീന ബീവി പറഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള മറുപടി രണസുന കൊടുക്കൽ നിർത്തി. കാരണം ഏറ്റവും അവസാനം റിയാക്ട് ചെയ്ത വീഡിയോസ് ആണിത്. അതിന്റെ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ പണി അങ്ങ് കിട്ടി. FP അങ്ങ് മൂഞ്ചി പണ്ടാറടങ്ങി കഴിഞ്ഞിട്ടില്ല. ഷെഫീന ബീവിനെ എനിക്ക് അറിയത്ത് പോലും ഇല്ല. അപ്പൊ ഇതെന്താ? എടി ഷഫീന തീർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കുന്നു. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം കേട്ടോടി. ഈശ്വര, അതിനുള്ള മറുപടിയൊക്കെ രണസുന അന്ന് തന്നെ ഷെഫീന ബി തന്നതാണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. പക്ഷെ ഇതിന് ശേഷമാണ് ഡുഫായിൽ പോയതും ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടതും പിന്നീട് രണസുന അടങ്ങിയിരുന്നതും ഒരുപാട് നഗ്ന സത്യങ്ങൾ പുറത്തു വന്നതും. അതിനുശേഷമാണ് മൂഡ് ചേഞ്ച് ഒക്കെ ആയിട്ട് മൂഡ് സിങ്ക് വന്നിട്ട് തെറി വിളിക്കലും ഡയറക്ടറോട് കയറിയിട്ട് കട്ട് പറയലും അങ്ങനെയുള്ള കുറെ കുൽസിതങ്ങളൊക്കെ നമ്മൾ കേട്ടത്. ഒന്നേ പറയുന്നുള്ളൂ, ഈ കോപ്രായത്തരങ്ങളൊന്നും അവസാനിപ്പിക്കാൻ കഴിയുമോ? ഇൻസ്റ്റഗ്രാമും കൂടിയും പോകുന്നുള്ളൊരു പേടി വന്നത് എന്തായാലും നന്നായി കേട്ടോ. അങ്ങനെയെങ്കിലും കുറച്ചു കാലം ആ ഡയലോഗ് അടികളൊക്കെ ഒന്ന് കുറയല്ലോ. പിന്നെ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിലൂടെ വല്ല ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ച് പോകാം. കാരണം ഇനി ആൽബവും റീൽസ് ഒക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട് എന്നുള്ളതാ. ഉദ്ഘാടനങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഉദ്ഘാടനത്തിന് ഇത്രയും നാൾ വിളിച്ചിരുന്ന ആളുകളൊന്നും ഇപ്പോ വിളിക്കാറ് പോലും ഇല്ലല്ലേ. അല്ല, ദുബായിലോട്ട് നാളെയോ മറ്റന്നാളോ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം വീഡിയോസ് ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. അതൊന്നും കാണാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എന്റെ കാല് കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ പൊക്കൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് രണസനയുടെ ഒരു ഇത്. എന്തായാലും കൊള്ളാൻ ചാച്ചി. അതുലിനെയും ഡാനിസത്തിനൊക്കെ വെല്ലുവിളിച്ച അവസാനം ഫിഫ്റ്റിയാണ്ട് പൂട്ടിക്കെട്ടിയില്ലേ. ഇനി ദയവ് ചെയ്ത് ഒന്ന് താഴ്. നല്ല എയറിലോട്ട് നല്ല കേറിപ്പോയിരുന്നു, ഒന്ന് താഴ്ന്നാൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ അപരാധ വീഡിയോസ്, എന്റെ പൊന്നെ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അത്തരം വീഡിയോസ് വല്ലാണ്ട് മുന്നോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു ഗുണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ കമന്റ് ഇടാൻ പോവാതിരുന്നാൽ തന്നെ ഒന്നും കൂടി താന്നോളൂ. ഈ കമന്റിൽ പോയി നിങ്ങൾ തെറി വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവസാനിപ്പിച്ച പരിപാടി ഒന്നും കൂടി താഴുന്നുള്ളതാണ്. ഇപ്പൊ രണസുനയുടെ ഒരു പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ എല്ലാരും കൂടെ ഈ ഫീൽഡ് ഔട്ട് ആക്കിച്ചിട്ട് തൊഴിലുറപ്പിന് വിടാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നാണ് രണസുന പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും അത് കാണേണ്ടി വരും. എനിക്ക് തുണിക്കടയിൽ പണിയെടുത്താലും ജീവിക്കാൻ അറിയാന്നൊക്കെയാണ് രണസുന പറഞ്ഞിട്ടുള്ളത്.
അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഇത് കെടാനുള്ള തീയാണ് ആളി കത്തുന്നുള്ളത്. ആളി കത്തിക്കൊണ്ടിരിക്കുന്നു, ഇതാ കെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥന അത് കാണാൻ പോവുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരൊന്നും ഫീൽഡ് ഔട്ടായി പോകണമെന്നൊന്നും അല്ല കേട്ടോ നമ്മൾ ആഗ്രഹിച്ചത്. ഈ ഒരു അഹങ്കാരം ഒന്ന് താത്തുക, ഈ അപരാധം ഒന്ന് കുറയ്ക്കുക, വേറെ ഒന്നുമില്ല. അവർ ഈ ആൽബത്തിൽ അഭിനയിച്ചു പോകുന്നതുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കോപ്രായത്തരങ്ങൾ നമ്മുടെ മുന്നിലോട്ട് ഈ സജഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് മാത്രമേ കുഴപ്പമുള്ളൂ, അല്ലേ? നിങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ഇട്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.